യൂട്യൂബ് ചാനലുകൾ വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. നിങ്ങൾ ഏതെങ്കിലും യൂട്യൂബ് ചാനൽ ശ്രദ്ധിച്ചാൽ അത് റീച്ച് ആയിട്ടുണ്ടെങ്കിൽ, വല്ലാതെ കയറി റീച്ച് ആയിട്ടുണ്ടെങ്കിൽ, അതിൽ ഒരു ഹിന്ദു വിരുദ്ധത, ഒരു ദേശീയ വിരുദ്ധത ഒക്കെ വളരെ ഗൗരവമായി കാണാം. ഈ ഹിന്ദു വിരുദ്ധത ഞാൻ പറയുമ്പോൾ അത് RSS BJP വിരുദ്ധതയാണെന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ കേട്ടിട്ട് RSSകാരും പിന്നെ സംഘപരിവാർ കൊള്ളാം, നമ്മളെ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞല്ലോ, നമ്മളൊക്കെ സംഘപരിവാർ, അങ്ങനല്ല. ഇത് സംഘപരിവാറും BJPക്കെതിരെയുള്ള ക്യാമ്പയിനല്ല. ഇന്ത്യയിലെ ഹിന്ദു വിരുദ്ധതയെ ഒന്ന് മൂപ്പിച്ച് നിർത്തണം. മറ്റൊന്നിനുമല്ല, ഇന്ത്യൻ യുവത്വത്തെ, പ്രത്യേകിച്ച് കേരളം പോലുള്ള ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന യുവത്വത്തെ ചിന്താക്കുഴപ്പത്തിലാക്കുക, അവരെ ഇത്തരം കാര്യങ്ങളിലേക്ക്, അതായത് കൂടുതൽ പിന്നെ ആത്മീയ കാര്യങ്ങളിലേക്ക് ചിന്തിക്കുക, ദേശീയതയിലേക്ക് ചിന്തിക്കുക, ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ അവരെ മാറ്റിക്കുന്ന ഒരു വലിയ സ്പോൺസറിങ് സംവിധാനം ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ മെസ്സേജുകൾ കിട്ടുന്നത് ചാത്തൻ, കുറവൻ, കുറത്തി തുടങ്ങി, അതുപോലെ ചാത്തൻ സേവ. ഇത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കിടക്കുന്നുണ്ട്, കേരളത്തിൽ യോനി പൂജയുണ്ട്. പിന്നെ വേറൊരു വീഡിയോ കിടക്കുന്നു, 100 ആത്മാക്കളെ കണ്ടു, കഴിഞ്ഞ ജന്മത്തിലെ പ്രേതത്തിനെ കണ്ടു, കഴിഞ്ഞ ജന്മത്തിലെ ആത്മാവിനെ കണ്ടു, പിന്നെ പ്രേതത്തെ കണ്ടു, പിന്നെ ഭരണാധികാരികളിൽ പ്രേതമുണ്ട്. ഇങ്ങനെ ഒരു വളരെ വളരെ നെഗറ്റീവായിട്ടുള്ള, നേരത്തെ അശ്ലീല വീഡിയോകൾക്കായിരുന്നു ഇതുപോലത്തെ ഒരു സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ അശ്ലീല വീഡിയോകൾക്കൊക്കെ പ്രൊമോട്ട് ചെയ്തും അത്തരം കാര്യങ്ങൾക്കെല്ലാം വലിയ റീച്ചും കിട്ടി. പിന്നെ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസിന് പ്രൊമോട്ട് ചെയ്യുന്നൊരു കാലമുണ്ട്. ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസിനെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം അത് സാധാരണ ന്യൂസ് വാല്യൂ ഉള്ള വീഡിയോസിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് വന്നപ്പോൾ ഇത്തരത്തിലുള്ള പുതിയൊരു സംവിധാനം ചൈന ഇത് വളരെ സജീവമായി ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നൊരു സംശയമുണ്ട്. അത് കാരണം ചൈന അങ്ങനെ സംശയിക്കാൻ കാരണം ചൈന AI ഉൽപ്പാദിപ്പിക്കുന്നതിലും അതുപോലെ ഇതുപോലത്തെ യൂട്യൂബ് സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൽ ചൈന വളരെ മുന്നിലാണ്. ഇപ്പം ചൈനയ്ക്ക് ഇന്ത്യയിൽ ഒരു മസ്തിഷ്ക പ്രക്ഷാളനം നടത്താനുള്ള, പ്രത്യേകിച്ച് യൂത്തിൻ്റെ ഇടയിൽ ഒരു മസ്തിഷ്ക പ്രക്ഷാളനം നടത്താനുള്ള ഒരു ഫണ്ടിങ് ഉണ്ടോ എന്നൊരു സംശയിക്കേണ്ടിയിരിക്കും. കാരണം നമ്മളൊരു ചാനലിൽ ഒരു വാർത്ത ഇട്ടാൽ, യൂട്യൂബിൽ ഒരു വാർത്ത ഇട്ടാൽ അതിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും, പരസ്യങ്ങൾ കൊടുക്കാൻ പറ്റും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കമ്പനിക്ക്. അപ്പോൾ ഇതിൻ്റെ ഏജൻസികൾക്ക് പൈസ കൊടുത്തുകൊണ്ട് അതിനെ ബൂസ്റ്റ് ചെയ്യാനും കമ്പനി കൊടുക്കാനും ഒക്കെ ചെയ്തുകൊണ്ടുള്ള പരിപാടികൾ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ സ്പിരിച്വാലിറ്റിയെയും ആത്മീയതയെയും ഇന്ത്യൻ മതങ്ങളെയും ഒക്കെ തള്ളിപ്പറയുന്ന, വളരെ നഖശികാന്ത് വിമർശിക്കുന്ന ഒരുപാട് വീഡിയോസിനാണ് റീച്ച്. ഒന്നുകിൽ മലയാളിക്ക് മാനസികമായി ഭ്രാന്താണ് ഇതുപോലത്തെ കാര്യങ്ങൾ കണ്ട് റീച്ച് കയറി പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വിഷയമുണ്ട്. എന്തായാലും അതിനെ സംബന്ധിച്ച് ഗൗരവതരമായൊരു ചർച്ച, അന്വേഷണമൊക്കെ നമ്മൾ നടത്തണമെന്ന് പറഞ്ഞാലൊന്നും എത്ര കണ്ട് നടക്കുമെന്നറിയില്ല. കാരണം ഇന്ത്യ പോലുള്ളൊരു ജനാധിപത്യ രാജ്യത്ത് വളരെ വലിയ പ്രശ്നമാണ്. ഒരു കറപ്റ്റഡ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയിൽ എല്ലാവർക്കും പണം കിട്ടുന്നുണ്ടാവും. ഉദ്യോഗസ്ഥർക്കാവട്ടെ, രാഷ്ട്രീയ നേതൃത്വത്തിനാവട്ടെ, മതസംഘടനകൾക്കാവട്ടെ, നമ്മൾ അറിയാത്ത രീതിയിൽ എല്ലാവർക്കും പണം ഒഴുകുന്നുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ബിംബങ്ങളെന്ന് കരുതുന്ന ഒരുപാട് പേർക്ക് പണം കിട്ടുന്നുണ്ടാവും. അതുകൊണ്ട് അത് കറക്റ്റ് ചെയ്തെടുക്കാൻ എളുപ്പമല്ല. പക്ഷെ ജനങ്ങളുടെ ഒരു വിജിലൻസ് ഇതിനകത്ത് ആവശ്യമുണ്ട്. ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനം. നമ്മൾ ഇത്തരം വീഡിയോസ് കാണുകയും ഒരുപാട് അതിനെ പ്രൊമോട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഇതിനുള്ള ത്വര കൂടുതലായിരിക്കും. അതുകൊണ്ട് നമുക്കറിയേണ്ടുന്നത് നമ്മുടെ യുവത്വത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന, യാതൊരു സെൻസുമില്ലാത്ത നിരീശ്വരവാദം കുത്തിവെക്കുന്ന, നിരീശ്വരവാദവും അല്ലെങ്കിൽ യുക്തിവാദവും ഒക്കെ ആവാം, പക്ഷേ അതൊക്കെ എല്ലാറ്റിനോടും എതിർക്കുന്ന, സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യുന്ന, എന്ത് കാര്യവും കഴിക്കുന്ന, ഏത് രീതിയിലും ഏത് വസ്ത്രം ഉപയോഗിക്കുന്ന, എന്തും ചെയ്യുന്നത്, അത് പിന്നെ അശ്ലീലമായാലും എന്തായാലും എന്തും കാണിക്കുന്നതും ചെയ്യുന്നതും ആണ് സ്വാതന്ത്ര്യം എന്നുള്ള ഒരു മിസ്കൺസെപ്റ്റ്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനൊരു സ്വയം അച്ചടക്കത്തിൻ്റെ പരിധി പോലും വേണ്ട, മറ്റുള്ളവർ കൊണ്ടുവരുന്നത് പോട്ടെ, സ്വയം ഒരു അച്ചടക്കത്തിൻ്റെ പരിധി പോലും വേണ്ട എന്ന് പറയുന്ന പുതിയ ഒരു സദാചാര ഒരു സംസ്കാരം രൂപപ്പെടുത്തുന്നതിലും അതിൽ ചെറുപ്പക്കാരെ തളയ്ക്കുന്നതിലും വലിയ ഒരു സ്പോൺസറിങ് അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടോ ഇന്ത്യയിലും കേരളത്തിലും എന്നത് വളരെ ഗൗരവമായി മലയാളി ചർച്ച ചെയ്യപ്പെടണം.